ഹായ് വ്യൂവേഴ്സ്, ലിഗീസ് ഫാഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് പുതിയ കളക്ഷൻസ് ആണ് കേട്ടോ. പ്രാവശ്യം ഇറക്കിയിട്ടുള്ള കുറച്ച് പല റേഞ്ചിലുള്ള കളക്ഷൻസ്. ടോപ്പ് ബോട്ടം ഉണ്ട്, ടോപ്പ് ബോട്ടം ഷാൾ ഉണ്ട്, സിംഗിളായിട്ട് വരുന്നതുണ്ട്, കോട്ടൺ വെയർ ഉണ്ട്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഐറ്റംസും ഉണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ പണ്ട് നമ്മൾ ചെയ്യാറുള്ളത് ഡെയിലി നമുക്ക് ഇത്ര മണിക്കൊരു വീഡിയോ എന്നൊരു കണക്കായിരുന്നു. നമുക്ക് അങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ നമ്മുടെ ഒരു ടൈം നോക്കി വീഡിയോ എടുക്കാൻ പറ്റുന്ന സാഹചര്യമൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം, എന്നാലാണ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പണ്ടത്തെ ഒരു ടൈം നോക്കി നിങ്ങൾക്ക് വന്ന് വീഡിയോസ് കാണാൻ പറ്റും. പക്ഷെ ഇതിപ്പോൾ നിങ്ങൾക്ക് ഏത് ദിവസമാണെന്നൊന്നും കൃത്യമായിട്ട് അറിയണ്ടാവില്ല. അപ്പം എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലുള്ള ഓൾ ബട്ടൺ തന്നെ പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങൾ ആദ്യം ആയിട്ട് കാണുന്ന ആൾക്കാർ ചിലപ്പോൾ ക്ലിയറൻസ് സെയിലിൻ്റെ വീഡിയോയോ ഡിസ്കൗണ്ട് സെയിലിൻ്റെ വീഡിയോ ഒക്കെയാണ് കണ്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പുതിയതിൻ്റെ സജഷൻസ് വരാൻ ചാൻസ് കുറവാണ്. അപ്പം നിങ്ങൾ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ബെൽ ബട്ടൺ ഉണ്ടാവും, അതിൽ ഓൾന്ന് തന്നെ പ്രസ് ചെയ്യുക. അപ്പം നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ്സാവാണ്ട് തന്നെ കിട്ടും. പിന്നെ നമ്മൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ്. നിങ്ങളുടെ നമ്പറുകളെല്ലാം തന്നെ സേഫ് ആയിരിക്കും, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. നമ്മൾ എന്ന് വീഡിയോ ഇടുന്നൊക്കെ അതിനകത്ത് പറയും, അല്ലെങ്കിൽ വീഡിയോ വന്ന വശം അതിനകത്ത് ലിങ്ക് ഇടും. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാനും പറ്റും കേട്ടോ. അപ്പം ഞാനതൊരു ഇൻട്രോ ആയിട്ട് അങ്ങ് പറഞ്ഞതാണ്. കാരണം ഇനി ചിലപ്പോൾ ലാസ്റ്റ് എത്തുമ്പോൾ ഞാൻ മറന്നു പോകും പറയാനായിട്ട്. പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. പഴയ ആൾക്കാർക്ക് പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാണ്. ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഐറ്റമാണ്. ഇതൊരു റയോൺ മെറ്റീരിയലാണ് കേട്ടോ. റയോണിൽ നല്ല രസമുള്ള ഒരു ഗോൾഡൻ വർക്കൊക്കെ കൂടി ചേർന്ന് വരുന്ന ഒരു പ്രിൻ്റാണ് ഇതിൽ പോകുന്നത്. ഇത് നമുക്ക് രണ്ട് കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഈ യെല്ലോ ഷെയ്ഡും പിന്നെ ഒന്ന് ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് എം സൈസാണ്. പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആണെങ്കിൽ അത്ര വണ്ണം വെച്ചില്ല, അത് കാരണം എനിക്ക് ഇതൊക്കെ പാകാവും. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു ഹൈ നെക്കാണ് ഈ സാധനം കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ ചെറിയൊരു ഗ്യാദേഴ്സ് പോലെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആണ് ഇത് ഇടാനായിട്ട്. നമുക്ക് അങ്ങനെ ടൈറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇതാ വരും കേട്ടോ. അത്യാവശ്യം വയറൊക്കെ ആയി തുടങ്ങിയപ്പോൾ എനിക്കിങ്ങനെ ചില ഡ്രസ്സുകൾ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. സ്ലിറ്റുകളൊക്കെ ഒന്നും ഞാൻ അങ്ങനെ ഇടലില്ല. കാരണം എം സൈസാണ് എനിക്ക് വേണ്ടത്. ചെസ്റ്റ് വെച്ച് നോക്കുമ്പോൾ എം സൈസാണ് വേണ്ടുള്ളൂ. പക്ഷെ വയറ് കൊണ്ട് എനിക്കത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഒട്ടുമിക്കതും ഇട്ട് കാണിക്കില്ല, ജസ്റ്റ് ഇങ്ങനെ കാണിക്കുകയുള്ളൂ കേട്ടോ. എനിക്ക് കാര്യം മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തോളാം. ഓക്കെ, ഇത് എ ലൈനിലാണ് വരുന്നത്. റയോണാണ്, വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. നല്ലൊരു യെല്ലോ ഷെയ്ഡാണ്. എനിക്ക് എക്സാക്റ്റ് ഇതിൻ്റെ ഒരു കളറും പ്രിന്റും ഇതാ ഇങ്ങനെ വരും. ഒരു ഡിം ആയിട്ടുള്ളതല്ല, നല്ല പ്ലസന്റ് ആയിട്ടുള്ളൊരു യെല്ലോ കളറാണ് കേട്ടോ. ഇങ്ങനെയാണ് ഒരു ഹൈ നെക്ക് വന്നിട്ടാണ് ഐറ്റം പോകുന്നത്. ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇതിൻ്റെ ഒരു ഫ്രണ്ടിൽ മാത്രം ചെറുതായിട്ട് ഫ്ലീറ്റ്സ് പോലെ കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ അത്ര ഹെവി അല്ല, ചെറുതായിട്ട് കേട്ടോ. പുറകുവശം സിമ്പിൾ ആയിട്ടുള്ള എ ലൈൻ വർക്കാണ്. നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡാണ്. സ്ലീവ് വരുന്നത് 3/4 ആണ്. നമുക്കൊരു 15.5 to 16.5 ആ റേഞ്ചിലേക്ക് നിങ്ങൾക്ക് സ്ലീവിന് ലെങ്ത് കിട്ടും. കുർത്തിയുടെ ലെങ്ത് വരുന്നത് 46 ഇഞ്ച് ലെങ്ത് ആണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് വരുന്നത് 599 ആണ്. നല്ല കളറുമാണ്. നമുക്ക് ഇടാൻ ഭയങ്കര സുഖമാണ്. ഇപ്പൊ നമുക്ക് ഭയങ്കര ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ വിത്തൗട്ട് ലൈനിങ് ആയതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഇടാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിന്റെ അടുത്ത കളർ കാണാം. അടുത്തത് എന്ന് പറയുന്നത് സെയിം പ്രിന്റും കാര്യങ്ങൾ തന്നെയാണ്, കളർ മാത്രമാണ് വ്യത്യാസം. നല്ല രസമുള്ള കളർ തന്നെയാണ് കേട്ടോ. ഇത് നല്ല നേവി ബ്ലൂ ആണ്. വർക്കും കാര്യങ്ങളും സെയിം ആണ് കേട്ടോ. വർക്കല്ല, അതിന്റെ പ്രിന്റും കാര്യങ്ങളും ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം ആണ്. ഹൈനെക്കാണ് വരുന്നത്, ലൈനാണ്. പുറകുവശം എന്താ ഇങ്ങനെ വരും. ഇടാൻ ഭയങ്കര സുഖമാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അത്ര ഹെവി അല്ല. അന്ന് ലൈനിങ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണെന്ന് വിചാരിച്ച് പേടിയേ വേണ്ട. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ലാത്തതാണ് കേട്ടോ. M2XX 599 ആണ് പ്രൈസ് വരുന്നത്. അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത്
ഞാനെല്ലാം എടുത്ത് റെഡി ആയിട്ടുള്ളത് കൊണ്ട് എനിക്കിങ്ങനെ ഡിസ്കൗണ്ട് സെയിലിൻ്റെ ഒക്കെ പോലെ പെട്ടെന്ന് തന്നെ കാണിക്കാൻ പറ്റും. മറ്റേതാണെങ്കിലാണ് നമുക്കിങ്ങനെ ഇട്ട് മാറി കാണിക്കുന്ന ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് കട്ട് ചെയ്യേണ്ടിയൊക്കെ വരുന്നത്. ഇത് വരുന്നത് കണ്ടോ, ഒരു 6 ആക്ട് പാറ്റേണിൽ കോട്ടൺ ആണ്, പ്യോർ കോട്ടൺ മെറ്റീരിയലാണ്. ഇതിന് സ്ലിറ്റഡ് ആണ്, ഉള്ളിൽ കോട്ടന്റെ തന്നെ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരും കേട്ടോ. സ്ലീവ് വരുന്നത് 3/4 സ്ലീവ് ആണ്. പുറകുവശം എന്താ ഇങ്ങനെ വരും. ഇതിന്റെ സ്ലീവ് വരുന്നത് നമുക്കൊരു 16 തൊട്ട് 17 ഇഞ്ചിന്റെ അടുത്തേക്ക് ലെങ്ത് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ സ്ലീവിന് ലെങ്ത് വരുന്നുണ്ട്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ്. കണ്ടോ, ഇതിന്റെ പ്രിന്റ് കാണാൻ നല്ല രസമാണ് കേട്ടോ. നല്ല ഒരു ജയ്പൂർ കോട്ടൺ മാരത്തെ കോട്ടൺ ആണ് വരുന്നത്. ഫ്രണ്ടില് ഇവിടെ ഇങ്ങനെ ഈ ഒരു ഭാഗം ഇച്ചിരി ഒരു പടി പോലെ കൊടുത്തിട്ട് ഇതിനകത്ത് ഒരു 3 വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. സാധാരണ യൂനെക്കാണ് വരുന്നത് കേട്ടോ. പുറകുവശം ഇതുപോലെ തന്നെയാണ്. ഇതും നല്ല ജയ്പൂർ കോട്ടൺ പോലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇടാൻ ഭയങ്കര സുഖമുള്ള ഒരു മെറ്റീരിയലാണ്. അങ്ങനെ ചൂടെടുക്കുന്ന ടൈപ്പ് അല്ല കേട്ടോ, അത്ര വെയിറ്റ് ഉള്ള കോട്ടൺ അല്ല. ഇതും പ്രൈസ് വരുന്നത് 599 ആണ്. M മുതൽ XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന് ലെങ്ത് വരുന്നത് ഒരു 47-47.5 റേഞ്ചിലേക്ക് ഇതിന് ലെങ്ത് വരുന്നുണ്ട്. നല്ല ലെങ്ത് ഉള്ള ടൈപ്പാണ് കേട്ടോ. അപ്പൊ അത്യാവശ്യം നല്ല ഹൈറ്റ് ഒക്കെ ഉള്ളവർക്ക് ലെങ്ത് കിട്ടണം എന്നുള്ള ടോപ്പുകൾക്ക് പറ്റിയ ഐറ്റമാണിത്. 47.5 റേഞ്ചിലേക്ക് ലെങ്ത് വരുന്നുണ്ട്. അതിനനുസരിച്ച് തന്നെ നമുക്ക് സ്ലീവിനും അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെയാണ് വരുന്നത്. അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല രസമുള്ള ഒരു കലങ്കാരി പ്രിന്റ് ആണ് കേട്ടോ. ബേസ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ്. അതിനകത്ത് ഇങ്ങനെ മെറൂണും ക്രീം കളർ അല്ല ഒരു ചിക്കു ഷെയ്ഡ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഡള്ളായിട്ടുള്ളതല്ല, നല്ല രസമുള്ളതാണ് കേട്ടോ. കലങ്കാരി പ്രിന്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതൊരു എ ലൈൻ സ്റ്റൈലിലാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ വരും. എ ലൈനിൽ വന്നിട്ട് ഏറ്റവും താഴെ ഇവിടെ ആയിട്ട് ഒരു ചെറിയ കട്ടിങ് പോലെ ഉണ്ട്. ഫ്രണ്ടിലാണ് കട്ടിങ് കൊടുത്തേക്കുന്നത് കേട്ടോ. നല്ല ലെങ്ത്തിൽ തന്നെ ഇതിന് ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു കലങ്കാരിയാണ് കേട്ടോ. വീനെക്കാണ് വരുന്നത്. ഇങ്ങനെ വരും. വീനെക്കാണ് ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. സ്ലീവിന് നമുക്ക് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട്. 16 മുതൽ 17.5 വരെ വരുന്നുണ്ട്. എന്നിട്ട് സ്ലീവിന്റെ ഇത്രയും ഭാഗം ഇച്ചിരി കട്ടിയിൽ പടി പോലെ കൊടുത്തേക്കാണ് സ്ലീവിന്റെ കേട്ടോ. 16 to 17.5 ലെങ്ത് വരുന്നത്. പുറകുവശം ഇതേ പ്രിന്റ് തന്നെയാണ്. ഉള്ളില് നല്ല ലെങ്ത്തിലേക്ക് തന്നെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വരുന്ന ബേസ് കളറാണ് ഇതിൻ്റെയും ലൈനിങ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല രസമാണ്. ഇതും ഭയങ്കര കട്ടിയിലല്ല, നമുക്ക് ഇടാൻ ഭയങ്കര നമുക്ക് ഭയങ്കര സുഖമായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. സാധാരണ കോട്ടണിൽ ചിലത് വടി പോലെ നിൽക്കുന്നതാണ്, പക്ഷെ ഇത് അങ്ങനെയല്ല. നമുക്ക് നല്ല സുഖമായിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. കാണാൻ നല്ല രസമാണ്. നേരിട്ട് കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. ഇതാ ഇങ്ങനെ ഒരു എലൈൻ സ്ട്രക്ചറിൽ വരുന്ന, ഇതിനും ലെങ്ത് വരുന്നത് ഒരു 47-47.5 റേഞ്ചിലേക്ക് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. ഇതും നല്ല ലെങ്ത് ഉള്ള ടൈപ്പ് തന്നെയാണ് വരുന്നത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 649 ആണ് കേട്ടോ. 649 ആണ്. M മുതൽ XXL സൈസസിലാണ് കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു പാനൽ കട്ടാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു പാനൽ കട്ടാണ്. സാധാരണ നമുക്ക് ഇവിടം വരെ ഒരു കട്ടിങ് കൊടുത്തിട്ട് അവിടെ നിന്ന് താഴത്തേക്കാണ് പാനൽ കട്ടിന്റെ പാനൽസ് അടിച്ചു പോവുക. പക്ഷെ ഇതെന്ന് പറയുന്നത് ഇവിടെ നിന്നേ സ്റ്റാർട്ടിങ്ങിലെ പാനൽസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇപ്പൊ ഫ്രണ്ടിൽ തന്നെ ഒരു 6 പാനലും പുറകിലേക്കും ഇതുമാതിരി തന്നെ 6 പാനലായിട്ട് ഇങ്ങനെ അടിച്ചാണ് ചെയ്തേക്കണം. പാനൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുണ്ടാവും, ഇങ്ങനെ ഉള്ളില് ഉണ്ടാ ഓരോ പാനൽസ് ആയിട്ട് തിരിച്ചാണ് അടിച്ച് ചെയ്തേക്കുന്നത്. ഒരു പ്രത്യേക ഷേപ്പിൽ നല്ല ഭംഗിയിൽ കിടക്കും. കണ്ടോ, ഇതൊക്കെ ഓരോന്നും ഓവർലോക്ക് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു 6 പാനൽസ് കിട്ടും. പുറകിലും അങ്ങനെ തന്നെ. ഇപ്പൊ ഇതിൽ നിങ്ങൾക്ക് അതങ്ങനെ എക്സാക്റ്റ് മനസ്സിലാവില്ല, സ്റ്റിച്ചിങ് അങ്ങനെ പോണതുകൊണ്ട്. കണ്ടോ, ഇവിടെ നിന്നേ ബാക്കിൽ നിന്ന് ഇങ്ങനെ പാനൽസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ ഒരു അജ്രക്കിന്റെ ഒക്കെ ഒരു പ്രിന്റിന്റെ മോഡലാണ് ഇത് വരുന്നത്. ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഒരു നല്ല ഡാർക്ക് ഗ്രീനും മെറൂണും കൊടുത്ത ഉള്ള കോമ്പിനേഷൻ ആണ് വരുന്നത്. ഒരു സ്ലീവിന്റെ എൻഡിൽ ഇതുമാതിരി വേറൊരു കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. ആ സാധനം തന്നെ നമുക്ക് ഏറ്റവും താഴെയും കൊടുത്തിട്ടുണ്ട്. ഇത്ര വീതിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഫ്രണ്ടില് ഒരു വീനക്കാണ് വരുന്നത്. എന്നിട്ട് ഓവറോൾ ആയിട്ട് നടുക്ക് കൂടി ഒരു കട്ടിങ് പോയിട്ട് അവിടെ വുഡൻ ബട്ടൺസ് കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. അതൊരു ഷോക്ക് ചെയ്തേക്കുന്നതാണ്. പക്ഷെ താഴെ ആ വുഡൻ ബട്ടൺ ഓപ്പണിംഗ് അല്ല, ഈ ഒരു പട്ട വെച്ചിട്ട് തന്നെ അതങ്ങ് അടിച്ചേക്കാണ് കേട്ടോ. നമുക്കതങ്ങനെ കാണാൻ പറ്റില്ല. പുറകു വശം ഇതുപോലെ തന്നെയാണ്, ആ പട്ട പോലെ വന്നിട്ട് നല്ല ഭംഗിയാണ്. ഇത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഇടാൻ ഭയങ്കര സുഖമായിരിക്കും. കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. നമുക്കൊരു 46.5 റേഞ്ചിലേക്ക് ലെങ്ത് വരുന്നുണ്ട്. സ്ലീവ് ആണെങ്കിൽ ഒരു 16.5 റേഞ്ചിലേക്കാണ് ലെങ്ത് വരുന്നത്. സ്ലീവിന്റെ എൻഡിലും ടോപ്പിന്റെ ഏറ്റവും അവസാനം ഇതുമാതിരി തന്നെ കൊടുത്തിട്ടുണ്ട്. പാനൽ കട്ടാണ് വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ്. M മുതൽ XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 699 ആണ് കേട്ടോ. പാനൽ കട്ട് അടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ കിടന്നോളൂ കേട്ടോ. ഓക്കെ, അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല രസമുള്ള ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ലബ് സിൽക്ക് അല്ലെങ്കിൽ സിൽക്ക് കോട്ടൺ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. നല്ല രസമായിട്ടാണ് അതിന്റെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സ് ഒക്കെ വെച്ചിട്ട് എല്ലാതും ഒറിജിനൽ നമ്മുടെ കട്ട് ബീഡ്സ് ആണ് കേട്ടോ. പ്ലാസ്റ്റിക് അല്ല, നല്ല രസമുള്ള ആന്റിക്കിന്റെയാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ആ ഷുഗർ ബീഡ്സ് ഇതിൽ കൃത്യമായിട്ട് കൊടുക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. നമ്മുടെ നെക്കിന്റെ ഇത്രയും പോർഷൻ തന്നെ ഹെവി ആയിട്ട് ചെയ്തിട്ടുണ്ട്. കുർത്തി വരുന്നത് സ്ലിറ്റഡ് ആണ്, ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നല്ല ലെങ്ത്തിലേക്ക് തന്നെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കളർ വരുന്നത് ഒരു പീക്കോ ഗ്രീൻ പോലത്തെയാണ് കേട്ടോ. എക്സാക്ട് ഇത് തന്നെയാണോ നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ അല്ലെങ്കിൽ ഇതിൽ കാണുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതൊരു പീക്കോ ഗ്രീൻ പോലത്തെ ഒരു കളറാണ്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ. അതെങ്ങനെയാ വരുന്നത്. ഇത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. സ്ലീവിന് ഒരു 16 ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത്. കുർത്തിക്ക് മൊത്തത്തിൽ ലെങ്ത് വരുന്നത് ഒരു 46 റേഞ്ചിലേക്കാണ് ലെങ്ത് വരുന്നത് കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു കളറാണ്, നല്ല രസമാണ് കാണാനായിട്ട്. ഇങ്ങനെ വരും. പുറകുവശം പ്ലെയിൻ ആണ്. M മുതൽ XXL സൈസസിലാണ് കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 699 ആണ് കേട്ടോ. നല്ല ഭംഗിയിൽ നമുക്ക് നല്ല ഇവിടെ ഉണ്ട്. അത്രയും ഹെവി ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നെക്കിന്റെ പോർഷൻ നല്ല റിച്ച് ആയിട്ട് തോന്നും. അപ്പൊ എല്ലാവരും മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ. XXL 699. അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡ് കേട്ടോ. ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഒരു മെറൂൺ അല്ല, നല്ലൊരു മെറൂൺ കളറാണ്. അതിനകത്ത് നല്ല ഹെവി ആയിട്ട് ആന്റിക്കിന്റെ കട്ട് ബീഡ്സ് വെച്ചിട്ട് വർക്ക് ചെയ്തേക്കാണ്. 2 ലെയറിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ നടുക്ക് കുറച്ച് പോട്ട്ലി ബട്ടൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സ്ലീവിലും നല്ല ഹെവി ആയിട്ട് തന്നെ ഇതുപോലെ 2 ലെയറിൽ ചെയ്തിട്ടുണ്ട്. പക്ക പാർട്ടി വെയർ ആണ് കേട്ടോ ഐറ്റം. മെറ്റീരിയൽ വരുന്നത് നേരത്തെ നമ്മൾ കാണിച്ച അതേ മെറ്റീരിയലാണ്. സ്ലബ് സിൽക്ക് പോലത്തെ മെറ്റീരിയലാണ്. സിൽക്ക് കോട്ടൺ എന്നൊക്കെ പറയില്ലേ, നല്ല ഗ്ലേസിങ് ഒക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഹെവി ആണ് വർക്ക് വരുന്നത്. ഇത് ടോപ്പ് വരുന്നത് സ്ലിറ്റഡ് ആണ്. 46.5 റേഞ്ചിലേക്ക് ലെങ്ത് വരും. സ്ലിറ്റഡ് ആണ്. നല്ല ലെങ്ത്തിൽ തന്നെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയുണ്ട്. കളർ വൈസ് ആണെങ്കിലും ഇതിന്റെ ഇത്രയും ഹെവി ആയിട്ടുള്ള വർക്ക് ആണെങ്കിലും ഇത് ഞാൻ പറയില്ലേ, നല്ല ഒറിജിനൽ ബീഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. എല്ലാതും നല്ല ആന്റിക്കിന്റെ ബീഡ്സ് ആയതുകൊണ്ട് തന്നെ നല്ല ഗ്ലേസിങ് ഉണ്ട്. പുറകുവശം എന്താ ഇങ്ങനെ വരും. സ്ലീവ് നമുക്കൊരു 15.5 to 16 ഒരു XXL റേഞ്ചിലേക്കൊക്കെ വരുമ്പോൾ ആ ഒരു 16.5 റേഞ്ചിലേക്ക് ലെങ്ത് വരും. ഇതാണ് ഇതിന്റെ ടോപ്പ് വരുന്നത്. ഇത് ടോപ്പ് ബോട്ടം സെറ്റ് ആണ് കേട്ടോ. ബോട്ടം ഇതുപോലെ തന്നെ ഹെവി ആയിട്ട് മനസ്സിലാണ്ടോ. ബോട്ടത്തിലും ഇതേപോലെ തന്നെ എൻഡ് വരെ ഇങ്ങനെ ഡബിൾ ലെയറിൽ കൊടുത്തിട്ടുണ്ട്. ബോട്ടം സെയിം മെറ്റീരിയൽ തന്നെയാണ്, സ്ലബ് സിൽക്കിലാണ് വരുന്നത്. 2 സൈഡിലും ഇതുപോലെ നല്ല റിച്ച് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഞാൻ പറഞ്ഞല്ലേ, നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ്. ഇതിന്റെ ഇലാസ്റ്റിക് വരുന്നത് പുറകിലാണ് ഇലാസ്റ്റിക്, ഫ്രണ്ടില് പട്ട പോലെയാണ് കൊടുത്തിട്ടുള്ളത്. കണ്ട ഇങ്ങനെ വരും. ഇത്രയും ഹെവി ആയിട്ടാണ് 2 സൈഡിലേക്കും ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ.
ഇട്ട് കാണിക്കുമ്പോഴേ ശരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സാക്ട് ലുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ എനിക്കത് ഇടാനുള്ളൊരു ഇതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കണേ. ഏറ്റവും മുതലുണ്ട് നമുക്ക് ഇതേ വർക്ക് കേട്ടോ. ബോട്ടത്തിന് ലെങ്ത് വരുന്നത് 38 ആണ് കേട്ടോ. 38.5 ഒക്കെ വരും. നല്ല ഭംഗിയിൽ തന്നെ റിച്ച് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പ് ബോട്ടം സെറ്റാണ്. ഇനി വരുന്ന കല്യാണങ്ങൾക്കോ ഉത്സവങ്ങൾക്കോ എന്ത് പരിപാടികൾക്ക് വേണമെങ്കിലും നല്ല ഗ്രാൻഡ് ആയിട്ട് പോകാൻ പറ്റുന്ന ഐറ്റമാണ്. M മുതൽ XXL സൈസസിലാണ് കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 1299 ആണ് കേട്ടോ. 1299 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഓക്കെ, അടുത്ത കളക്ഷൻ കാണാം. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ടോപ്പ് ബോട്ടം സെറ്റ് ആണ് കേട്ടോ. നല്ല ജയ്പൂർ കോട്ടണിൽ വരുന്ന നല്ല ഭയങ്കര കംഫർട്ടായിട്ട് നമുക്ക് ഈ ചൂട് സമയത്ത് ഇടാൻ പറ്റുന്ന ടോപ്പ് ബോട്ടം സെറ്റാണ്. ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിൽ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വർക്ക് വരുന്നത്. ഇത്രയും ഭാഗം ഒരു പാച്ച് വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഈ പാച്ച് വർക്കാണ് നമുക്ക് ഇതിൻ്റെ ബോട്ടത്തിലും ഷാളിലും വരുന്നത് കേട്ടോ. ഇതെങ്ങനെ വരും. ഇത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ലൈനിങ് ഇല്ലാന്ന് വിചാരിച്ച് ഇടാൻ ഒരു ബുദ്ധിമുട്ടുള്ള ഐറ്റം അല്ല. നല്ല രസമുള്ള ഒരു കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. ഇതിൽ കാണുന്ന യെല്ലോനേക്കാൾ ഒരു ഇച്ചിരി കൂടി ഒരു ഓൾമോസ്റ്റ് ഈ ഒരു യെല്ലോ, ഈ ഒരു ഇച്ചിരി കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. സ്ലിറ്റഡ് ആണ്. കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഒരു 44-45 റേഞ്ചിലേക്കാണ് ലെങ്ത് വരുന്നത്. സ്ലീവ് ആണെങ്കിൽ ഒരു 15-16 റേഞ്ചിലേക്ക് സ്ലീവ് വരുന്നുണ്ട്. ഓവറോൾ ഇത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ഈ സെയിം സിക്സാക് പാറ്റേണിലാണ്. ഫ്രണ്ട് പോർഷൻ ഇതുപോലെ പടി പോലെ കൊടുത്തിട്ടും പുറകുവശം ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല കംഫർട്ടാണ്. ഇതെല്ലാം മെറ്റീരിയൽ വൈസ് അടിപൊളിയാണ്. നമുക്ക് ഇതുണ്ടോ, ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം. ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് 38-38.5 ആ റേഞ്ചിലേക്കാണ് കേട്ടോ. ഇത് ബോട്ടം. ഇനി ഇതിന്റെ ഷാള് വരുന്നുണ്ട്. ഷാള് നല്ല ലെങ്ത് വിഡ്ത്ത് ഒക്കെ ഉള്ള ഷാളാണ് കേട്ടോ. ഇതാണ്ട നല്ല ലെങ്ത്തും വിഡ്ത്തും ഉള്ള ഷാളാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ ഷാള്. ഇതേമാതിരി തന്നെ നമുക്ക് ആ ഒരു ബോട്ടത്തിന്റെയും ടോപ്പിന്റെയും ആ ഒരു വർക്ക് പ്രിന്റ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ഇതിന്റെ ഷാള് വരുന്നത്. അപ്പൊ നമുക്ക് ഈ സമയത്ത് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റിയൊരു കോട്ടൺ കുർത്തിയാണ്. ടോപ്പ് ബോട്ടം ഷാൾ അടക്കം വരുന്ന സെറ്റാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 999 മാത്രമേ ഉള്ളൂ കേട്ടോ. 999 രൂപ വരുന്നത്. നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും. നല്ല സുഖമാണ് ഈ ചൂട് സമയത്ത്. ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. M മുതൽ XXL സൈസസിലാണ് കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈസ് 999 ആണ്. അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ഞാൻ ഇട്ട് കാണിക്കാത്തതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാത്തിന്റെയും ഡീറ്റെയിൽസ് കുറച്ച് എന്താ പറയാ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് വരെ പറഞ്ഞിട്ടുണ്ട്. ചിലർക്ക് അത് ബോറിംഗ് ആയിട്ട് തോന്നും. പക്ഷെ എനിക്കൊരു തൃപ്തി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അങ്ങനെ പറയുന്നത് കേട്ടോ. ഞാൻ ഇട്ട് കാണിക്കുമ്പോൾ പലർക്കും ഓക്കെ ഞങ്ങൾക്ക് അത് ഇട്ട് കാണുമ്പോൾ അതെങ്ങനെയാണെന്നൊരു ഐഡിയ കിട്ടും എന്ന് ചിലർ പറയാറുണ്ട്. പിന്നെ ഞാൻ ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോഴും അവർ പറയും ഇതുപോലെ തന്നെ നമുക്ക് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാവുന്നു. അപ്പൊ അങ്ങനെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എലാബറേറ്റ് ചെയ്ത് പറയുന്നത്. ചിലർക്ക് ഒന്നാമത് സമയക്കുറവുകൊണ്ടാണ് പലർക്കും വീഡിയോസ് കൃത്യമായിട്ട് കംപ്ലീറ്റ് കാണാനുള്ള സമയമില്ല. അപ്പൊ നമ്മളിങ്ങനെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അത് രണ്ടു കൂട്ടർക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന എല്ലാവരും തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടത്തിലുള്ള ബെൽ ബട്ടണിൽ ഓൾ തന്നെ പ്രസ് ചെയ്ത് കാണാൻ ശ്രമിക്കുക കേട്ടോ. ഇനിയും നമ്മൾ പുതിയ കളക്ഷൻസ് കൊണ്ടുവരും. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.